ഫ്രണ്ട്സ്, എല്ലാവരും അതിന് ക്ഷമിക്കാം. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ലേറ്റ് ആവാണ്ട് ശ്രദ്ധിക്കും കേട്ടോ. ഇനി നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ദ ഇമ്പോസിബിൾ ഹെയർ എന്ന കൊറിയൻ ഡ്രാമയുടെ 3ാമത്തെ പാർട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഈ പാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീവോൺ, അതായത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഹീവോൺ, നമുക്ക് ഇവിടെ ഈ ഹീറോയിൻ തന്നെ വിളിക്കാം കേട്ടോ. ഇവളുടെ പേര് വെച്ച് വിളിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഹീവോൺ വന്നിട്ട് നമ്മുടെ ക്യാങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹാനിൻ്റെയും അടുത്തുള്ള സീറ്റിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹാൻ അവളൊരു ഭയങ്കര ഫീലിൽ തന്നെയാണ് അവളെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാങ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ, നിൻ്റെ നോട്ടമൊക്കെ കണ്ടതിന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, നീ ഒരു സാധാ നമ്മൾ ഒരു മനുഷ്യനെ നോക്കുന്ന പോലെയല്ലേ നീ നോക്കുന്നത്. നമ്മുടെ ഹാൻ നമ്മുടെ ക്യാങ്ങിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എന്നോട് നേരത്തെ ടീഷർട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ അന്നത് പോയി മാറിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാങ് പറയുന്നുണ്ട്, നീ അങ്ങനെ പെട്ടെന്ന് വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട മോനെ, എനിക്കറിയാം നിനക്ക് അവൾ ഇഷ്ടമാണ്, കാരണം അവൾ കാണാനും അടിപൊളിയാണ്, സുന്ദരിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹാൻ പറയുന്നുണ്ട്, ഒന്ന് പൊയ്ക്ക്, എനിക്ക് അവൾ ഇഷ്ടമൊന്നുമല്ല, നീ അങ്ങനെ പറഞ്ഞുണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹാങ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ക്യാങ് വന്നിട്ട് അവളൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളെ കാണാൻ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലോ. അപ്പോൾ ഇവനിക്കും ചെറുതായിട്ട് അവളോടൊരു ഫീലിങ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഹാന എന്തെന്ന് വെച്ചാൽ, ഈ ക്യാങ്ങൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പാർട്ടി തന്നിട്ടുണ്ടായിരുന്ന ഒരു വീടുണ്ടായിരുന്നില്ലേ, ആ വീട്ടിലേക്ക് നമ്മുടെ ഹാൻ വരുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ ക്യാങ്ങിൻ്റെ വകയിലൊരു സിസ്റ്ററിന് ട്യൂട്ടറായിട്ട്, അതായത് പേഴ്സണൽ ട്യൂട്ടറായിട്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് കൊഞ്ചൽ ടൈപ്പാണ്. അവൾക്ക് നമ്മുടെ ഹാനിനെക്കുറിച്ച് എല്ലാം അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. എന്നിട്ട് അവൾ നമ്മുടെ ഹാനിനോട് ചോദിക്കുന്നുണ്ട്, താൻ വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിലല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുഡാണെന്ന് ചോദിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം മറുപടി നൽകുന്നില്ലെങ്കിലും ലാസ്റ്റ് അവൻ പറയുന്നുണ്ട് റണ്ണിങ്ങിനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവൾ ചോദ്യങ്ങൾ നിർത്തുന്നില്ല. അവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈലൊന്നും അധികം ചേരുന്നില്ല, നിങ്ങൾ കുറച്ച് നമ്മൾ ബീറ്റേഴ്സിൽ അവരുടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ടീഷർട്ടും മഞ്ഞില്ല, നിങ്ങളുടെ ജാക്കറ്റും, അങ്ങനെ ഒരുപാട് കമൻറ്റൊക്കെ ആളുടെ നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ ഹാനാണെങ്കിൽ ഇതൊക്കെ സഹിക്കെട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹാനാണ് കേട്ടോ. അപ്പോൾ അവൻ ഒരാളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവൻ്റെ അക്കൗണ്ട് നമ്പറിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം അവനിതൊക്കെ സൈൻ ചെയ്ത് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ക്യാങ്ങിന് അവൻ കാണുന്നത് കേട്ടോ. ക്യാങ് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനും ക്യാങ്ങിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവർ ബിയർ അടിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്യാങ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ക്യാങ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ഹാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് കിം ഹെയ്വൂണിനെ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ സ്റ്റൈല്, അതുപോലെ തന്നെ അവളുടെ വീട്, അവളുടെ ജോബ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻ്റെ കൈ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. കാരണം ഹാനിനും അതേ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൻ്റെ വീട്ടിൽ തുണി മറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അവളുടെ വീട്. ജസ്റ്റ് അവരുടെ ഒരു വീടിൻ്റെ റൂഫിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ കൊറിയക്കാരുടെ വീടൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ, റൂഫിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അതിനുശേഷം അവളുടെ അമ്മയാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് അവൾ വിളിക്കുന്നുണ്ട്. അവൾ കേൾക്കുന്നില്ല, ഹേവെന്ന് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്, എന്നാലും അവൾ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ശരിക്കും കേൾക്കുന്നുണ്ട്, ബട്ട് അവൾ ഒരു റെസ്പോൺസ് കൊടുക്കുന്നില്ല. അതിനുശേഷം ആ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു കയ്യിലെടുത്തതിന് ശേഷം അവർ ആ ഒരു ഡോറിൻ്റെ കണ്ണാടി പൊട്ടിക്കുന്നുണ്ട്, ഡോറിൻ്റെ ചില്ല് പൊട്ടിക്കുന്നുണ്ട് അവർ. അതിനുശേഷം നമ്മുടെ ഹേവൂണിനെ പുറത്തേക്ക് വിളിച്ചതിന് ശേഷം, നീ നല്ല മോളാണ്, എൻ്റെ മോളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പൈസ തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇവരുടെ അമ്മയാണെങ്കിലും ഇവളുടെ അടുത്ത് സ്നേഹമില്ല, ഇവളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവളെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാൻ രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഹേവൂൺ, അതായത് നമ്മുടെ ഹീറോയിൻ പുറത്തു കൂടെ നടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാന എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ഡ്രാമയിൽ ബോയ് ഫ്രണ്ട്സും ചെയ്യുന്ന പോലെ തന്നെ അവളുടെ അടുത്തേക്ക് കുടയും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹേവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുകയാണോ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്തു, പിന്നെ നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്നുണ്ട്, നമുക്കൊരു ബിയർ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊരു കടയുടെ ഉള്ളിലിരുന്ന് ബിയർ കുടിച്ചതിന് ശേഷം അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൾക്ക് പറയാനുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്, ഇവനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ആളെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇമ്പോസിബിൾ ഹെയർ എന്ന് പറയുന്ന ഡ്രാമയിൽ കുറച്ച് ത്രില്ലർ തന്നെയാണ്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് ത്രില്ലറുണ്ട്. കാരണം ഓരോ
സമയത്തായിരിക്കും ഓരോരുത്തരെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇയാളുടെ അടുത്ത് ഇയാളുടെ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട്, നമ്മുടെ എന്താണ് ഫ്യൂച്ചർ സ്ട്രാറ്റജി ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ 2 മക്കളെ ആയിട്ട് ഏതിലൊരു മക്കളെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ ചൂടാണെന്നുണ്ട്, ഞാൻ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചൂട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്യാങ്ങിൻ്റെ അനിയനാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാങ് ഒരു അവിധത്തിനുണ്ടായ മകനായിരുന്നു. അപ്പോൾ അവൻ്റെ അനിയൻ എന്ന് വെച്ചാൽ അവൻ്റെ സ്വന്തം അനിയനല്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാങ് നമ്മുടെ ഫ്ലാറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നേരത്തെ കണ്ട ആളുടെ സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് നേരത്തെ നമ്മുടെ ക്യാങ് ഇഞ്ചുവിൻ്റെ, അതായത് ക്യാങ്ങിൻ്റെ അനിയൻ്റെ പേര് ക്യാങ് ഇഞ്ചുതാണ് കേട്ടോ. അവൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ഇവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ സ്റ്റിൽ ഏബിളാണ്, നിൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാൻ നീ ഏബിളാണ്, ബട്ട് നിൻ്റെ ഇത് ഞങ്ങൾ കട്ട് ചെയ്യില്ല, നീ ലീഗലി ഇതിൽ ഒപ്പിടണമെന്ന് പറയുമ്പോഴും അവൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഹാൻ നേരത്തെ അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീ വന്ന് നിന്നെ കാണുന്നു, അതായത് നിൻ്റെ അമ്മ വന്ന് നിന്നെ കാണുന്നു, നീ അപ്പോൾ ഇതിൽ ഒപ്പിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആലോചിച്ചതിന് ശേഷം നമ്മുടെ ക്യാങ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഒപ്പിടുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻ കുറച്ച് കുട്ടികൾക്ക് എക്സാം പേപ്പർ കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ അവന് ഒരുപാട് പഠിത്തത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ഹാൻ അവിടെയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ക്യാങ് നിൽക്കുന്നുണ്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഹാൻ മറ്റൊരാളുടെ അടുത്തും ചിരിക്കില്ലേ, ഇവൻ്റെ അടുത്ത് മാത്രം ചിരിക്കൂലേ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അടുത്ത എപ്പിസോഡിന് വേണ്ടി ഉടനെ വരും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഡ്രാമാസ് കാണാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.